NTM ബിസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായി ബിസിനസ് ആരംഭിക്കുക എന്നത് യുവാക്കളുടെ സ്വപ്നമാണ്. വിവിധ തരത്തിലുള്ള ആശയങ്ങളും പലരുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ ബിസിനസ് ആരംഭിക്കുവാനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് ആശങ്ക. പല വഴികളിലൂടെ പണം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടെങ്കിലും ഒന്നും വിജയം കാണാതെ പാതി വഴിയിൽ മുടങ്ങുന്നതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി മുദ്ര യോജന പദ്ധതി ഉപയോഗപ്പെടുത്തിയാൽ സ്വന്തം ബിസിനസ് സംരംഭം എന്ന സ്വപ്നം പൂർത്തിയാക്കുവാൻ സാധിക്കും. 2024 ഇടക്കാല ബജറ്റ് ഫെബ്രുവരി 1 മുദ്ര യോജനയിലെ തുകയിൽ വർധനവുണ്ടാക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യത്തെ ചെറുകിട ബിസിനസ് സംരംഭകർ. മുദ്ര യോജനയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ബിസിനസ് സംബന്ധമായ ഇൻഫർമേഷൻസുകൾക്കായി NTM ബിസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. രാജ്യത്തെ യുവാക്കളുടെ പരിവർത്തന സാധ്യതകൾ കണക്കിലെടുത്ത് യുവാക്കൾക്കിടയിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സംരംഭകത്വ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമായി 2015 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ PMMY. PMMYയുടെ പ്രാഥമിക ലക്ഷ്യം തൊഴിലില്ലാത്ത യുവാക്കളെയും ബിസിനസ് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന സംരംഭകരെയും ശാക്തീകരിക്കുക എന്നതാണ്. പൊതുമേഖലാ ബാങ്കുകൾ, പ്രാദേശിക റൂറൽ ബാങ്കുകൾ, കോർപ്പറേറ്റീവ് ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, NBFCകൾ എന്നിവ മുദ്ര ലോൺ നൽകുന്നതാണ്. മറ്റു പല വായ്പാ പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി മുദ്ര യോജന കോർപ്പറേറ്റീവ് ഇതര കാർഷികേതര ആവശ്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. 10 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയിൽ മുദ്ര ലോൺ വഴി വായ്പ എടുക്കാം. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 തരം മുദ്ര ലോണുകളാണ് ഉള്ളത്. ശിശുവിൽ 50,000 രൂപ വരെ വായ്പ ലഭിക്കും. കിഷോറിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയും തരുൺ പ്രകാരം 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുമാണ് വായ്പ ലഭിക്കുക. കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്ര ലോൺ നൽകുകയുള്ളൂ. ഓട്ടോറിക്ഷ വാങ്ങുക, ചെറിയ ഗുഡ്സ് വെഹിക്കിൾ, ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്ര ലോൺ ഉപയോഗിക്കാം. ഇതിനു പുറമെ ബാർ, സലോൺ, ജിം, ബുട്ടിക്, തയ്യൽ കട, ബൈക്ക് റിപ്പയർ ഷോപ്പ്, DTP അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കട, മരുന്ന് കട, കൊറിയർ സർവീസ്, ഡ്രൈ ക്ലീനിംഗ് എന്നിവയ്ക്കും മുദ്ര ലോൺ ഉപയോഗിക്കാം. യോഗ്യത നേടുന്നതിന് അപേക്ഷകർ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം. അവയിൽ ഒന്നാമത്തേത് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. മുൻ വായ്പകളിൽ വീഴ്ചയുണ്ടായിരിക്കരുത്. മുദ്ര ലോൺ തേടുന്ന ബിസിനസ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിരിക്കരുത്. അപേക്ഷകന് സാധുവായ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപേക്ഷകന്റെ പ്രായം 18 വയസ്സിന് മുകളിലായിരിക്കണം എന്നിവയാണ്. വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, മെഷീനുകളുടെ കൊട്ടേഷൻ, ഇവയ്ക്ക് ആവശ്യമായ പണം, വ്യവസായത്തിനാവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസുകളുടെയും കോപ്പി, SC, ST, OBC, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവ തെളിയിക്കുവാനുള്ള കോപ്പി എന്നിവയാണ് ലോണിന് ആവശ്യമായ രേഖകൾ. മുദ്ര ലോണിനായി അപേക്ഷിക്കുവാനായി മുദ്ര യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ലോൺ വിഭാഗം, അതായത് ശിശു, കിഷോർ അല്ലെങ്കിൽ തരുൺ ഇവയിലേതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച ആധാർ കാർഡ്, പാൻ കാർഡ്, സ്ഥിരവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ, ആദായ നികുതി റിട്ടേൺ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മുതലായവ അറ്റാച്ച് ചെയ്യുക. പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക. ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കും. 1 മാസത്തിനുള്ളിൽ വായ്പ അനുവദിക്കും. മുദ്ര യോജനയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.